പൗരനും രാഷ്ട്രീയവും. ഒരു പൗരന് എത്ര ശക്തിയുണ്ട്? ആദ്യം രാഷ്ട്രീയം നോക്കാം. എന്താണ് രാഷ്ട്രീയം? അർത്ഥം: രാഷ്ട്രീയമെന്നത് അക്ഷരാർത്ഥത്തിൽ രാഷ്ട്രത്തെ സംബന്ധിച്ച കാര്യങ്ങൾ എന്നാണെങ്കിലും വിപുലമായ അർത്ഥത്തിൽ അത് ഒരു സമൂഹം എങ്ങനെ ഭരിക്കപ്പെടണം, ആ ഭരണത്തിൽ ആരെല്ലാം പങ്കാളികളാകണം, എങ്ങനെ നീതി ഉറപ്പാക്കണം എന്നതിനെക്കുറിച്ചുള്ള ചിന്തയും പ്രവർത്തനവുമാണ്. രാഷ്ട്രീയമെന്നത് ഒരു സമൂഹം എങ്ങനെ സ്വയം ഭരിക്കണമെന്നതിനെക്കുറിച്ചുള്ള ചിന്തയും പ്രവർത്തനവുമാണ്. അതിന്റെ ഉദ്ദേശം ജനങ്ങളുടെ ക്ഷേമം ഉറപ്പാക്കുകയും നീതിയും സമത്വവും അടിസ്ഥാനമാക്കിയുള്ള ഭരണ സംവിധാനം സ്ഥാപിക്കുകയുമാണ്. പ്രവർത്തനം: രാഷ്ട്രീയത്തിലൂടെ നിയമങ്ങൾ രൂപപ്പെടുന്നു, ഭരണകൂടങ്ങൾ തിരഞ്ഞെടുക്കപ്പെടുന്നു, പൊതുജനങ്ങളുടെ ആവശ്യങ്ങൾ പരിഹരിക്കപ്പെടുന്നു. എന്തിന് രാഷ്ട്രീയം? ജനക്ഷേമം ഉറപ്പാക്കാൻ. വിദ്യാഭ്യാസം, ആരോഗ്യം, തൊഴിൽ, സുരക്ഷ തുടങ്ങിയ മേഖലകളിൽ ജനങ്ങൾക്ക് മികച്ച സേവനങ്ങൾ നൽകാൻ. നീതിയുള്ള ഭരണത്തിന്. അധികാരത്തിന്റെ ദുരുപയോഗം തടയാനും ജനങ്ങളുടെ അവകാശങ്ങൾ സംരക്ഷിക്കാനും. പക്ഷഭേദങ്ങൾക്കപ്പുറം സംവാദം നടത്താൻ. വ്യത്യസ്ത ആശയങ്ങൾക്കിടയിൽ സംവാദം നടത്തി മികച്ച തീരുമാനങ്ങളെടുക്കാൻ. സാമൂഹികമായ മാറ്റങ്ങൾക്ക്. സാമൂഹിക നീതി, സമത്വം, പരിസ്ഥിതി സംരക്ഷണം തുടങ്ങിയ മേഖലകളിൽ പുരോഗതി കൈവരിക്കാൻ. എങ്ങനെ ധാർമ്മിക രാഷ്ട്രീയത്തെ തിരിച്ചറിയാം? ധാർമ്മികതയുള്ള രാഷ്ട്രീയത്തിന് ചില പ്രധാന ലക്ഷണങ്ങളുണ്ട്. 1. ജനപക്ഷത. ജനങ്ങളുടെ ശബ്ദം കേൾക്കുകയും അവരുടെ ആവശ്യങ്ങൾക്ക് മുൻതൂക്കം നൽകുകയും ചെയ്യുന്നു. 2. നിഷ്പക്ഷത. മതം, ജാതി, വർഗം, ലിംഗം എന്നിവയുടെ അടിസ്ഥാനത്തിൽ വ്യത്യാസം കാണിക്കാതെ നീതി പാലിക്കുന്നു. 3. ഉത്തരവാദിത്വം. അധികാരികൾ അവരുടെ പ്രവർത്തനങ്ങൾക്ക് ഉത്തരവാദികളായിരിക്കുന്നു. 4. പാരദർശിത്വം. തീരുമാനങ്ങൾ എങ്ങനെ എടുക്കുന്നു, എവിടെ പണം ചിലവാക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ ജനങ്ങൾക്ക് സുതാര്യമായിരിക്കും. 5. മൂല്യാധിഷ്ഠിതത്വം. സത്യം, അഹിംസ, സഹിഷ്ണുത, സഹവാസം തുടങ്ങിയ മൂല്യങ്ങൾ പാലിക്കുന്നു. 6. അഴിമതി വിരുദ്ധ നിലപാട്. വ്യക്തിപരമായ ലാഭത്തിനായി അധികാരം ഉപയോഗിക്കാതെ പൊതുജനങ്ങളുടെ വിശ്വാസം നിലനിർത്തുന്നു. ഈ മൂല്യങ്ങൾ പാലിക്കാത്ത രാഷ്ട്രീയം ധാർമ്മികതയില്ലാത്തവരായിരിക്കും. ധാർമ്മികതയില്ലാത്തവരെ മാറ്റി നിർത്തുകയോ ചോദ്യങ്ങളിലൂടെ തിരുത്തിക്കുകയോ ചെയ്യേണ്ടത് ഓരോ പൗരന്റെയും കടമയും ഉത്തരവാദിത്വവുമാണ്. രാഷ്ട്രീയം ഒരു അധികാരമല്ല, മറിച്ച് ഒരു ഉത്തരവാദിത്വമാണ്. അതിന്റെ ലക്ഷ്യം അധികാരമല്ല, അനുഭാവവും സേവനവുമാണ്. ധാർമ്മികതയുള്ള രാഷ്ട്രീയമാണ് ഒരു രാജ്യത്തെ മുന്നോട്ടു നയിക്കാൻ കഴിയുന്നത്. അതിനാൽ നാം ഓരോരുത്തരും ബോധപൂർവവും ഉത്തരവാദിത്വത്തോടുകൂടിയും രാഷ്ട്രീയത്തിൽ പങ്കാളികളാകണം. പൗരനും രാഷ്ട്രീയവും. പൗരൻ എന്നത് ഒരു രാജ്യത്തിന്റെ അംഗത്വമുള്ള വ്യക്തിയെയാണ് സൂചിപ്പിക്കുന്നത്. പൗരന് രാഷ്ട്രീയത്തിൽ പങ്കാളിയാകാനുള്ള അവകാശവും ഉത്തരവാദിത്വവുമുണ്ട്. ജനാധിപത്യത്തിൽ ഭരണഘടനയും നിയമങ്ങളും പൗരന്റെ സ്വാതന്ത്ര്യവും അവകാശങ്ങളും സംരക്ഷിക്കുന്നു. ജനാധിപത്യത്തിൽ പൗരന്റെ ശക്തി. ഒരു സാധാരണ പൗരന് എന്താണ് ശക്തി? പണമോ, സ്ഥാനമോ, അധികാരമോ? ഇതൊന്നുമല്ല. ഒരു ജനാധിപത്യത്തിൽ ഒരു പൗരന്റെ ഏറ്റവും വലിയ ശക്തി അവന്റെ ബോധമാണ്. ബോധം = ശക്തി. അത് ശരിയായ ബോധവും സ്വയം ചിന്തയ്ക്ക് വിധേയവുമായിരിക്കണം. പൗരൻ എന്നത് ഒരു രേഖയല്ല, ഒരു വോട്ടർ ID കാർഡ് അല്ലെങ്കിൽ ഒരു ആധാർ കാർഡ് മാത്രമല്ല. ഈ രാജ്യത്ത് ജീവിക്കുകയും നിയമങ്ങൾക്ക് വിധേയനാകുകയും അതേസമയം നിയമങ്ങൾ രൂപപ്പെടുന്നതിൽ പങ്കാളിയാകുകയും ചെയ്യുന്നവനാണ് ഒരു പൗരൻ. നമ്മൾ പൗരന്മാരാണ്. അതുകൊണ്ടാണ് ഭരണകൂടം നമ്മോട് ഉത്തരവാദിയായത്. അവകാശങ്ങൾ നോക്കാം. 1. വോട്ടവകാശം. ഭരണാധികാരികളെ തിരഞ്ഞെടുക്കാനുള്ള പ്രധാന ശക്തിയാണ് വോട്ട്. ഓരോ വോട്ടും ഭരണഘടനാപരമായ മാറ്റങ്ങൾ വരുത്താൻ കഴിവുള്ളതാണ്. 2. അഭിപ്രായ സ്വാതന്ത്ര്യം. അഭിപ്രായം പ്രകടിപ്പിക്കാൻ, പ്രതിഷേധിക്കാൻ, മാധ്യമങ്ങളിലൂടെ അഭിപ്രായം പങ്കുവയ്ക്കാൻ പൗരന് അവകാശമുണ്ട്. 3. നിയമനിർമ്മാണത്തിൽ പങ്കാളിത്വം. പ്രതിനിധികളെ തിരഞ്ഞെടുക്കുന്നതിലൂടെ രാഷ്ട്രനിയമങ്ങൾ രൂപപ്പെടുത്തുന്നതിൽ പൗരന് അപരോക്ഷമായി പങ്കാളിയാകാം. 4. സാമൂഹിക ഇടപെടൽ. പൗരൻ സാമൂഹിക പ്രശ്നങ്ങളിൽ ഇടപെടുകയും സംഘടനകളിലൂടെയും പ്രചാരണങ്ങളിലൂടെയും മാറ്റങ്ങൾ ആവശ്യപ്പെടുകയും ചെയ്യുന്നു. ഗുണങ്ങൾ. പൗരബോധം വളരുന്നു. രാഷ്ട്രീയത്തിൽ പങ്കെടുക്കുന്നത് വ്യക്തിയുടെ സാമൂഹിക ബോധം വർദ്ധിപ്പിക്കുന്നു. ഭരണത്തെ ഉത്തരവാദിത്വമാക്കുന്നു. ജനങ്ങളുടെ നിരീക്ഷണവും പ്രതികരണവും ഭരണത്തെ കൂടുതൽ ഉത്തരവാദിത്വപരമാക്കുന്നു. നീതി സമത്വം ഉറപ്പാക്കുന്നു. എല്ലാവർക്കും തുല്യ അവകാശം ലഭിക്കുന്നതിലൂടെ സാമൂഹിക നീതി ഉറപ്പാക്കുന്നു. മാറ്റത്തിനുള്ള സാധ്യത.
പൗരൻ രാഷ്ട്രീയത്തിൽ സജീവനാകുമ്പോൾ അവൻ ആവശ്യമായ മാറ്റങ്ങൾ ആവശ്യപ്പെടാനും നടപ്പിലാക്കാനും കഴിയും. ദോഷങ്ങൾ: അജ്ഞതയും അനാസക്തിയും. പലരും രാഷ്ട്രീയത്തിൽ താൽപ്പര്യമില്ലാതെയിരിക്കാം, അതിനാൽ തെറ്റായ നേതാക്കൾ അധികാരത്തിലെത്താം. തെറ്റായ പ്രചാരണങ്ങൾ. വ്യാജവാർത്തകളും തെറ്റായ പ്രചാരണങ്ങളും ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാം. ഭിന്നതയും തർക്കങ്ങളും. രാഷ്ട്രീയ പക്ഷപാതം ചിലപ്പോൾ സമൂഹത്തിൽ വിഭജനം സൃഷ്ടിക്കാം. അധികാര ദുരുപയോഗം. ജനങ്ങളുടെ ശ്രദ്ധ കുറവായാൽ ഭരണകൂടം അധികാര ദുരുപയോഗം ചെയ്യാൻ സാധ്യതയുണ്ട്. ജനാധിപത്യമെന്നത് സർക്കാരുണ്ടാകുന്ന ഒരു സംവിധാനമല്ല, ജനങ്ങൾ ശക്തരാകുന്ന ഒരു സംവിധാനമാണ്. ഒരു രാജ്യം ജനാധിപത്യമാണ് എന്ന് പറയാൻ ഇലക്ഷൻ മാത്രം മതിയല്ല. ജനങ്ങൾ ചിന്തിക്കുന്നില്ലെങ്കിൽ, ചോദ്യം ചോദിക്കുന്നില്ലെങ്കിൽ, ഉത്തരവാദിത്വം ആവശ്യപ്പെടുന്നില്ലെങ്കിൽ ജനാധിപത്യം പേപ്പറിൽ മാത്രം ബാക്കിയാകും. പലരും പറയുന്നൊരു വാക്കുണ്ട്, എന്റെ ഒരു വോട്ട് കൊണ്ട് എന്തു മാറാനാണ്? ഇത് മനസ്സിലാക്കണം. ഒരു വോട്ട് ഒറ്റയ്ക്ക് വലിയതല്ല, പക്ഷേ ഓരോ ബോധമുള്ള പൗരനും അങ്ങനെ ചിന്തിച്ചാൽ ബോധമുള്ള വോട്ടുകൾ ഒരു ശക്തിയായി മാറും. ഒറ്റ വോട്ട് ബഹുഗശക്തി. ചരിത്രത്തിൽ മാറ്റങ്ങളുണ്ടായത് ജനങ്ങൾ ഉണർന്നപ്പോൾ മാത്രമാണ്. നമുക്ക് അവകാശങ്ങളുണ്ടെന്ന് നമ്മൾ നല്ലവണ്ണം അറിയാം, പക്ഷേ ഉത്തരവാദിത്വങ്ങൾ നമ്മൾ മറക്കുന്നു. വോട്ട് ചെയ്യുന്നത് ഒരവകാശമാണ്, പക്ഷേ വോട്ട് ചെയ്യുന്നതിന് മുൻപ് ചിന്തിക്കുന്നത് ഒരു ഉത്തരവാദിത്വമാണ്. വികാരത്തിലെടുത്ത തീരുമാനങ്ങൾ 5 വർഷം നമ്മളെ ബാധിക്കും. നാം മൗനം പാലിക്കുമ്പോൾ അതൊരു തീരുമാനം തന്നെയാണ്. ചോദ്യങ്ങൾ ചോദിക്കാത്ത സമൂഹത്തിൽ തെറ്റുകൾ വളരും. മൗനം സമ്മതമോ? ഒരു ജനാധിപത്യത്തിൽ പൗരൻ ദുർബലനല്ല. പൗരൻ ബോധമുള്ളവനാകുമ്പോൾ ഭരണം ശരിയാകുന്നു. ജനാധിപത്യം വിജയകരമാകാൻ പൗരന്റെ സജീവ പങ്കാളിത്തം അനിവാര്യമാണ്. അവകാശങ്ങൾ ഉപയോഗിക്കുമ്പോൾ ഉത്തരവാദിത്വങ്ങളും കൈകാര്യം ചെയ്യേണ്ടതുണ്ട്. അറിവോടെയും ബോധത്തോടെയും രാഷ്ട്രീയത്തിൽ പങ്കാളിയാകുമ്പോൾ ഒരു ജനാധിപത്യ രാജ്യം സുസ്ഥിരവും നീതിമൂല്യപരവുമാകുന്നത്. അപ്പോൾ നമ്മൾ ഓരോരുത്തരും രാഷ്ട്രീയ ബോധമുള്ളവരാകണം. അത് ധാർമ്മികവും നാടിന്റെ നന്മയും ലക്ഷ്യമിട്ടുള്ളതുമാണ് എന്ന് ഉറപ്പുവരുത്താനുള്ള ഉത്തരവാദിത്വം നിർവഹിക്കുകയും ചെയ്യുക. നാളെ ഇലക്ഷൻ എന്താണ് എന്ന വിഷയം നമുക്ക് സംസാരിക്കാം. ബോധമുള്ള വോട്ട് കേരളത്തിന്റെ ഭാവി.